വെള്ളിയാഴ്ച പിടിയിലേക്ക് പോകാം. അപ്പം 22-ാം തീയതി വൈകിട്ട് 7:40 കർത്താവ് ഒരു സോങ് തന്നു, 3-4 ലൈൻ തന്നു. അതുകൊണ്ട് ഞാനത് പാടി വോയിസാക്കി ഫോണിലിട്ടു. അതിനുശേഷം എനിക്കത് വലിയ ഉറക്കമൊന്നും വന്നില്ല. രാത്രി 12:30 കർത്താവ് ഒരു പാട്ട് തരുന്നു. അപ്പം ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ പാടി നോക്കിയിട്ട് അത് വോയിസാക്കി മൊബൈലിട്ടു. രാവിലെ നോക്കിയപ്പം അപ്പം വൈകിട്ട് തന്ന 4 ലൈൻ്റെ ബാക്കി ലൈനാണ് രാത്രി 12:30 തന്നത്. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. രാവിലെ കുറച്ച് തരും, ഉച്ചയ്ക്ക് കുറച്ച് തരും, വൈകിട്ട് കുറച്ച് തരും, അങ്ങനെ പല ടൈമിലാണ് തന്നിട്ടുള്ളത്. പാട്ട് കൂടുതൽ തന്നിട്ടുണ്ട്. മിക്കവാറും തരുന്നത് 1-2 ലൈനൊക്കെയാണ് തരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ കിച്ചണി വന്നപ്പോൾ അത് വെറുതെ ഒന്ന് പാടി നോക്കിയിട്ട് അതിൻ്റെ ഈ സോങ്ങിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് എടുത്തിട്ട് ബാക്കി കുറച്ചുകൂടെ ഞാനത് ആഡ് ചെയ്തു. അങ്ങനെ തട്ടിക്കൂട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ചെയ്ത സപ്പോർട്ടെല്ലാം നന്ദി അറിയിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത സോങ് അടുത്ത ആഴ്ച 3 ഗാനങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ദൈവം അതുവരെയും കാത്തോളട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലൊക്കെ സൂക്ഷിക്കട്ടെ. കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ പോകലൊക്കെ കർത്താവ് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും കുടുംബത്തെ കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ സോങ്ങിലേക്ക് പോകാം. തിരുനിണം ചിന്തുവാൻ തിരുജീവനേകുവാൻ മമനായക നിനക്ക് മനസ്സായവല്ലേ. തിരുനിണം ചിന്തുവാൻ തിരുജീവനേകുവാൻ മമനായക നിനക്ക് മനസ്സായവല്ലേ. പാവക ചരണങ്ങൾ ഞങ്ങൾക്ക് ശരണം, പാവക വചനങ്ങൾ ഞങ്ങൾക്ക് ശ്വാസം. പാവക ചരണങ്ങൾ ഞങ്ങൾക്ക്
താങ്ക് യു. ഗോഡ് ബ്ലെസ്.